എൻ്റെ അടുത്തും കാർബൺ ഡൈ ഓക്സൈഡാണ് കൂടുതലുള്ളത്, പുറത്തും കാർബൺ ഡൈ ഓക്സൈഡാണ് കൂടുതലുള്ളത്, എനിക്ക് വേണ്ട. അവിടെ ഒരു ചേഞ്ചിങ് നടക്കുന്നുണ്ട്. കൂടിയ സാധനം കുറഞ്ഞ ഭാഗത്തേക്ക് പോവുക, അഥവാ ഓക്സിജനാണ് നമ്മൾ കോശത്തിന് വേണ്ടത്. അപ്പൊ നമ്മൾ വലിച്ചെടുക്കുന്നു, വലിച്ചു, ഇത് നേരെ ഹീമോഗ്ലോബിൻ വലിച്ചുകൊണ്ട് പോയി കോശത്തിന്റെ അടുത്തെത്തിയിട്ട് കോശത്തിന്റെ അടുത്ത് നിന്ന് ഹീമോഗ്ലോബിൻ അങ്ങോട്ട് കൊടുക്കും. ഹീമോഗ്ലോബിൻ കേട്ടിട്ടില്ലേ? അപ്പൊ ഈ ഹീമോഗ്ലോബിൻ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് കോശം പറയും, ഞാനിവിടെ കത്തിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ചാരം അഥവാ കാർബൺ ഡൈ ഓക്സൈഡ്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് എൻ്റെ കൂടുതലുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് തരാണ്. അപ്പൊ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാൻ അവിടെ നിൽക്കും. ഈ വാതക വിനിമയം നടക്കും. ഈ എക്സ്ചേഞ്ച് നടക്കാത്തത് കൊണ്ട് കോശത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊട്ടനാകുന്നത്. ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം. ആ വലിച്ചെടുക്കുന്നത് നേരെ ഉള്ളിലേക്കാ വലിക്കുന്നത്, നമ്മൾ പുറത്തേക്കല്ല ആവി എടുക്കുന്നത്. ആവി എടുക്കുകയില്ല, നേരെ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ നേരെ ഉള്ളിലേക്ക് കൊണ്ട് കിടക്കും. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ. അപ്പോൾ നമ്മളിങ്ങനെ താനെ ഉറങ്ങിപ്പോകും. ഉറങ്ങുന്നത് ബാക്കിയുള്ള എല്ലാ കോശങ്ങളെയും പ്രവർത്തനം കുറയ്ക്കുകയാണ്. ആ കുറയ്ക്കുന്ന സമയത്ത് ഈ രാത്രി സമയത്താണ് നമ്മൾ ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ, രാത്രി 9 മണിക്ക് ശേഷം ആണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ വയറിനുള്ളിൽ പണി നടന്നുകൊണ്ടേയിരിക്കും. അവിടെ മിഷനറികൾ ദഹന പ്രക്രിയ അല്ലെ. രാത്രി എത്ര മണിക്കാണ് ഭക്ഷണം കഴിക്കാറ്? 11 മണി സീരിയൽ കഴിഞ്ഞിട്ട് അല്ലെ, ചേട്ടൻ വന്നിട്ട് 8 മണിക്ക് മുമ്പായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം. 8 മണിക്ക് മുമ്പായിട്ട് ഭക്ഷണം ഷുഗറുള്ള ആൾക്കാർ പ്രത്യേകം ചിന്തിക്കണം. ഷുഗറുള്ള ആൾക്കാർക്ക് അതിന്റെ ഒരു ബെനിഫിറ്റാകും. ആ ലെവലിൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ആരും ഗുളിക മിനിമുണ്ടായിരുന്നു അല്ലേ. ചില ആൾക്കാർക്ക് നല്ല കൂടുതൽ ഗുളികണ്ടായിരുന്നു. ഈ ആവശ്യത്തിന് ഷുഗറുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെയോ ഭക്ഷണം ഒറ്റയടിക്കടിച്ച് കയറ്റിടും. അവര് കൃത്യമായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് അത് ഞാൻ പറയുന്നത്, രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ഭക്ഷണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഇൻസുലിന്റെ അളവ് കൂടും. അപ്പൊ ഇൻസുലിന്റെ അളവ് കൂടിയ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി